ഈശംസിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയത്തിൻ്റെ നിറവിൽ അധരം സംസാരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. ചില വാക്കുകളൊക്കെ വചനമാകാറുണ്ട്. ദൈവം വചനത്താലാണല്ലോ പ്രപഞ്ചവും സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചിലപ്പോൾ ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ ചിലർ വളരെ പോസിറ്റീവായിട്ട് പറയും നല്ല വിശേഷങ്ങൾ, നന്നായിരിക്കുന്നു. ചിലർ പറയും ഓ എന്ത് വിശേഷം, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്നു. ഒന്ന് വളരെ പോസിറ്റീവായ ഒരു മറുപടിയാണ്. അത് പറയുന്നവരിലും കേൾക്കുന്നവരിലും പോസിറ്റീവ് എനർജി നിറയും. പറയുന്നവരും ഹാപ്പിയാവും, കേൾക്കുന്നവരും ഹാപ്പിയാവും. നെഗറ്റീവ് ആയിട്ടുള്ളത് പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ നെഗറ്റീവ് എനർജിയിൽ നിറയും. എഫ്രായിം മലനാട്ടിൽ റാമാത്തയിമിൽ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ഹന്ന, ഒരാളുടെ പേര് പെനീന. ഈ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഈ പെനീന എപ്പോഴും ഹന്നയെ പ്രകോപിപ്പിക്കും, പരിഹസിക്കും, കുത്തുവാക്കുകൾ പറയും. കാരണം മക്കളില്ലല്ലോ. ഹന്ന എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പരിഹാസമൊക്കെ കേട്ടിട്ട് അകത്തു പോയി ഒറ്റയ്ക്കിരുന്ന് കരയും, ഭക്ഷണം കഴിക്കാതിരിക്കും. ഒരു ദിവസം എൽക്കാന വന്നപ്പോൾ കരഞ്ഞിരിക്കുന്ന ഹന്നായെ കണ്ടു. കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതാണ് വിവരമെന്ന് പറഞ്ഞു. അപ്പോൾ എൽക്കാന ഹന്നയോട് പറയുകയാണ്, നീ എന്തിന് കരയുന്നു? നിനക്ക് ഞാൻ 10 പുത്രരിലും ഉപരിയല്ലേ. ജീവിത പങ്കാളിയെ 10 മക്കളെക്കാൾ ശ്രേഷ്ഠമായി കാണുന്ന പങ്കാളി നമുക്കൊക്കെ അനുകരിക്കാവുന്ന കാര്യമാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് 10 മക്കളെക്കാൾ ശ്രേഷ്ഠമാകട്ടുന്നേ. ഭാര്യ ഭർത്താവിന് 10 മക്കളെക്കാൾ ശ്രേഷ്ഠമാകട്ടുന്നേ. കുടുംബം സന്തോഷമുള്ളതാകും. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ പോസിറ്റീവ് എനർജി ഹന്നയിൽ നിറഞ്ഞു. ഹന്ന പിന്നീട് അങ്ങോട്ട് മുഴുവൻ പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചത്. ഹന്നയ്ക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായി. ഹന്നയ്ക്ക് ജനിച്ച മകനാണ് സാമുവൽ. ആരാണ് സാമുവൽ എന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥരചയിതാവ് മാത്രമല്ല, ബൈബിൾ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു രാജാവിനെ വാഴിക്കുന്ന പ്രവാചകൻ സാമുവലാണ്. സൗളിനെയും ദാവീദിനെയും ഒക്കെ രാജകീയ സ്ഥാനത്തേക്ക് വാഴിച്ച് അവരോധിക്കുന്ന വലിയ പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായി സാമുവൽ. ആ സാമുവലിന് ജന്മം നൽകിയവരാണ് ഹന്നായും എൽക്കാനയും. ആമേൻ.